السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമ്മുടെ സകല സഈകളെയും അല്ലാഹു നമുക്കിരു ലോകത്തും ഉപകരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ സമസ്തയുടെ സജീവ പ്രവർത്തകനും ജമിയത്തുൽ മുഅല്ലിമീനിന്റെയും അതുപോലെ തന്നെ SYSന്റെയും എല്ലാം സജീവ സാന്നിധ്യമായിരുന്ന ആനക്കര പോട്ടൂർ KV ഹംസ മൗലവി അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എടപ്പാൾ മേഖലയിലും പ്രത്യേകിച്ച് പൊന്നാനി താലൂക്കിലും ജമിയത്തുൽ മുഅല്ലിമീനിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ SYSന്റെ പ്രവർത്തനങ്ങളിലും സമസ്തയുടെ സർവ്വ കാര്യങ്ങളിലും എല്ലാം തന്നെ ഓടി നടന്ന് സജീവമായി പ്രവർത്തിക്കുകയും സമസ്തയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട KV ഹംസ മൗലവി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ പരലോക ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഫضല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ കറമു കൊണ്ട് അവർക്കും നമുക്കും അഫൂ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ അമ്പിയാക്കളോടുകൂടി ഔലിയാക്കളോടുകൂടി അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെയും അവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള ശ്രോതാക്കളെ, മൗലിദുകളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ, നമുക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഇന്നലെ നാം സംസാരിച്ചത്. മങ്കൂസ് മൗലിദിനെ കുറിച്ച് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ രചിക്കപ്പെട്ട മറ്റ് മൗലിദുകൾ, അതുപോലെ തന്നെ ഔലിയാഇന്റെ പേരിൽ രചിക്കപ്പെട്ട മറ്റ് മൗലിദുകൾ, ഇൻഷാ അല്ലാഹ് ഓരോന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം പറയപ്പെട്ട കാര്യങ്ങൾ ചരിത്രപരമായും പ്രാമാണികമായും സത്യമാകുന്നു എന്ന് മാന്യ ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തലാണ്, അവരെ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നമുക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള മങ്കൂസ് മൗലിദ് കൂട്ടത്തിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. മങ്കൂസ് മൗലിദിലെ അതിന്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് നാം ഇന്നലെ സംസാരിച്ചിരുന്നു. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്ർ റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഈ ഭാഗം ചരിത്രപരമായും പ്രാമാണികമായും അതിൽ പരാമർശിക്കപ്പെട്ട മൗലിദിന്റെ ഭാഗങ്ങളിൽ പറയപ്പെട്ട കാര്യങ്ങൾ സത്യമാണെന്നാണ് നാം ഇന്നലെ സംസാരിച്ചത്. തുടർന്നുള്ള ഓരോ വരികൾ പരിശോധിച്ചാലും ഈ രൂപത്തിൽ തന്നെ ഹദീസുകളെ കൊണ്ടും ചരിത്രങ്ങളെ കൊണ്ടും അതിൽ പറയപ്പെടുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിലും മൗലിദിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച്, വിശിഷ്യ മങ്കൂസ് മൗലിദിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒട്ടും സംശയിക്കേണ്ടതില്ല. കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, വലിയ ആലിമും സൂഫിയും ആരിഫുമായ ബഹുമാനപ്പെട്ട മഖ്ദൂമാണ് റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് രചിക്കുന്നത്. അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലിദിൽ ആരോപിക്കപ്പെടുന്നത് പോലെ, അതല്ലെങ്കിൽ ചില ആളുകൾ സംശയിക്കുന്നത് പോലെ അനിസ്ലാമികമായ, അതല്ലെങ്കിൽ ബിദ്അത്തിന്റെ ശിർക്കിന്റെ എന്തെങ്കിലും പരാമർശങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂമാരെ കുറിച്ച് അറിയാവുന്ന ഏതൊരു വിശ്വാസിക്കും മനസ്സിലാവുന്ന, ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ഏതായിരുന്നാലും ഇന്നലെ നാം സംസാരിച്ചതിന്റെ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. വ അഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വ അബ്ദ. ഈ ഭാഗമാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. വ അഖ്റജഹു ഫി ആഖിരി സമാനി, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറപ്പെടുവിച്ചു. ഫി ആഖിരി സമാനി, ആഖിറു സമാനിൽ പുറപ്പെടുവിച്ചു. കമാ ഖദ്ദറ, അല്ലാഹു മുമ്പേ കണക്കാക്കിയത് പ്രകാരം, വ അബ്ദ, അല്ലാഹു തആല പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു, വെളിവാക്കുകയും ചെയ്തിരിക്കുന്നു.
വഅഖ്റജഹു ഫി ആഖിരി സമാനി, ആഖിറു സമാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്. കമാ ഖദ്ദറ വ അബ്ദ, ഇത് അല്ലാഹു തആല മുമ്പേ തീരുമാനിച്ച കാര്യമാണ്. മറ്റേത് വിഷയങ്ങളെപ്പോലെയും അല്ലാഹു തആല മുമ്പേ തീരുമാനിച്ച് നടപ്പാക്കുന്ന വിഷയമാണ് ഇതും. അഥവാ മങ്കൂസ് മൗലിദിന്റെ ആദ്യ ഭാഗത്ത് ബഹുമാനപ്പെട്ട മഖ്ദൂം പറഞ്ഞു, വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിക്കുന്നത്, ആദ്യമായി പടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ്. ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഖൽഖ് കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട് ഏറ്റവും ആദ്യത്തെവരും, എന്നാൽ ബിഅസത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അവസാനത്തെവരുമാകുന്നു. ഇതാണ് അഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വ അബ്ദ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽഖ് കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട് ഏറ്റവും ആദ്യത്തെവരും, ബിഅസത്ത് കൊണ്ട് നബി തങ്ങൾ ഏറ്റവും അവസാനത്തെവരുമാകുന്നു. ഈ കാര്യം നമുക്കൊന്നുകൂടി ചരിത്രങ്ങളിലും ഹദീസുകളിലും മറ്റ് പ്രമാണങ്ങളിലും പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധ സീറ ഗ്രന്ഥമാകുന്ന, ചരിത്ര കിതാബാകുന്ന മവാഹിബുൽ ലദുന്നിയിൽ വിശദീകരിക്കുന്നു, അന്നഹു ലമ്മാ തഅല്ലക ഇറാദത്തുൽ ഹഖ് തആല ബിഈജാദി ഖൽഖിഹി വ തഖ്ദീരി റിസ്ഖിഹി അബ്റസൽ ഹഖീഖിയത്തുൽ മുഹമ്മദിയ്യ മിനൽ അൻവാരിസ് സമദിയ്യ ഫിൽ ഹളറത്തിൽ അഹദിയ. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു ലമ്മാ തഅല്ലക ഇറാദത്തുൽ ഹഖ് തആല ബിഈജാദി ഖൽഖിഹി വ തഖ്ദീരി റിസ്ഖിഹി, അല്ലാഹു തആല പടപ്പുകളെ സൃഷ്ടിക്കണമെന്ന്, പടക്കണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ അബ്റസൽ ഹഖീഖിയത്തുൽ മുഹമ്മദിയ്യ, ഹഖീഖത്തും മുഹമ്മദിയെ അല്ലാഹു തആല വെളിവാക്കി. ഏതാണ് ഈ ഹഖീഖത്തും മുഹമ്മദിയ്യ? നൂറു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ നൂറ്, നൂറുൻ നബി എന്നെല്ലാം തന്നെ പല ഹദീസുകളിലും കിതാബുകളിലും പരാമർശിക്കപ്പെട്ട അതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഹഖീഖത്തു മുഹമ്മദിയ്യ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹു തആല അവന്റെ പടപ്പുകളെ പടക്കണമെന്ന് ഇറാദത്ത് ചെയ്തപ്പോൾ ആദ്യമായി കൊണ്ട് അബ്റസൽ ഹഖീഖിയത്തുൽ മുഹമ്മദിയ്യ, ഹഖീഖത്തു മുഹമ്മദിയെ അല്ലാഹു തആല വെളിവാക്കി. മിനൽ അൻവാരിസ് സമദിയ്യ, അല്ലാഹുവിന്റെ നൂറിൽ നിന്ന്, അല്ലാഹുവിന്റെ നൂറിൽ നിന്ന് അല്ലാഹു തആല ഏറ്റവും പ്രഥമമായി കൊണ്ട് ഹഖീഖത്തു മുഹമ്മദിയെ വെളിവാക്കി. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നാം ഇന്നലെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, ഏറ്റവും ആദ്യമായി കൊണ്ട് അല്ലാഹു തആല പടച്ച വസ്തു ഏതാണെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അഷ്യാ, മറ്റെല്ലാ വസ്തുക്കളെക്കാളും മുമ്പ് ഏറ്റവും ആദ്യമായി കൊണ്ട് അല്ലാഹു തആല എന്തിനെ പടച്ചു, എന്തിനെ സൃഷ്ടിച്ചു എന്ന് നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന വിവരണം, ഇന്നല്ലാഹ ഖലഖ ഖബ്ലൽ അഷ്യാഇ നൂറ നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നൂരിഹി, അല്ലാഹു തആല മറ്റെല്ലാ വസ്തുക്കളെക്കാളും മുമ്പായിക്കൊണ്ട്, ഏറ്റവും ആദ്യമായിക്കൊണ്ട് പടച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാകുന്നു. നാം ഈ ഹദീസ് ഇന്നലെ വിശദീകരിച്ചിരുന്നു. നബി തങ്ങൾ തുടർന്നുകൊണ്ട് പറയുന്നു, വലം യകുൻ ഫീ ദാലിക്കൽ വഖതി, അങ്ങനെ എന്റെ നൂറിനെ അല്ലാഹു തആല പടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല ലൗഹുൻ, അല്ലാഹുവിന്റെ ലൗഹ് ഉണ്ടായിട്ടില്ല, വലാ ഖലമുൻ, അന്ന് ഖലമില്ല, വലാ ജന്നത്തുൻ വലാ നാറുൻ, അന്ന് സ്വർഗമോ നരകമോ ഇല്ല, വലാ മലക്കുൻ, അന്ന് മലക്കുകളില്ല, വലാ സമാഉൻ വലാ അർദുൻ, അന്ന് ആകാശമോ ഭൂമിയോ ഇല്ല, വലാ ശംസുൻ വലാ ഖമറുൻ വലാ ഇൻസുൻ വലാ ജിന്നുൻ, മനുഷ്യൻ അതുപോലെ തന്നെ ജിന്ന്, സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെ ഒന്നുമില്ലാത്ത സമയത്താണ് അല്ലാഹു തആല എന്റെ നൂറിനെ പടക്കുന്നത്. അതാണ് നാം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽഖ് കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട് ഏറ്റവും ആദ്യത്തവരാണ്. അല്ലാഹു തആല അവന്റെ സിഫത്തുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്താകുന്ന ഖൽഖ്, സൃഷ്ടിപ്പ് എന്ന സിഫത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടച്ചുകൊണ്ടാണ്. നബി തങ്ങളുടെ നൂറിനെ പടച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവന്റെ ഖൽഖ് എന്ന ആ വിശേഷണം, ആ സിഫത്ത്, അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏറ്റവും ആദ്യമായിക്കൊണ്ട് അല്ലാഹു തആല നബി തങ്ങളുടെ നൂറിനെ പടച്ചു. അഥവാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽഖ് കൊണ്ട് ഏറ്റവും ആദ്യത്തവരും, എന്നാൽ അഖ്റജഹു ഫി ആഖിരി സമാനി ബിഅസത്ത് കൊണ്ട് പ്രവാചകരായി സമൂഹത്തിലേക്ക് നിയോഗിക്കൽ കൊണ്ട് ഏറ്റവും അവസാനത്തവരുമാകുന്നു. ഇതാണ് അഖ്റജഹു ഫി ആഖിരി സമാനി. ഇവിടെ അല്ലാഹു തആല പ്രഥമമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടച്ചെങ്കിൽ, സൃഷ്ടിച്ചെങ്കിൽ, ആ ഏറ്റവും ആദ്യമായി കൊണ്ട് പടച്ച നൂറിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദിവ്യ പ്രകാശത്തിന് ഹഖീഖത്തു മുഹമ്മദിയ, നൂറുൻ നബിയ്യ്, നൂറുൻ മുഹമ്മദ് എന്നെല്ലാം വിവിധ പേരുകളിൽ മഹാന്മാരാകുന്ന ഇമാംമാർ പരിചയപ്പെടുത്തുന്ന ആ കാര്യത്തിന്, ആ നൂറിന് നുബുവത്തിന്റെ പരിശുദ്ധിയും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഏറ്റവും ആദ്യമായി കൊണ്ട് പടച്ച നൂറിന് അല്ലാഹു തആല നുബുവത്തിന്റെ പരിശുദ്ധി നൽകിയിട്ടുണ്ട്. ധാരാളം ഹദീസുകളിൽ നിന്ന് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മതാ കുൻത നബിയ, അല്ലയോ നബി തങ്ങളെ, നിങ്ങൾ എന്നാണ് നബിയായത്? ഒരു സഹാബിയുടെ ചോദ്യം, നിങ്ങൾ എന്നാണ് നബിയായത്? ഈ ചോദ്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിൽ തന്നെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലത്തെക്കുറിച്ചും നബി തങ്ങളുടെ പ്രബോധന സമയത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും നബി തങ്ങളെക്കുറിച്ചും എല്ലാ നിലക്കും, കുടുംബപരമായും നബി തങ്ങളുടെ വ്യക്തിപരമായും എല്ലാ നിലക്കും പരിചയമുള്ള, നബി തങ്ങളുടെ നാട്ടുകാരും നബി തങ്ങളുടെ അനുയായികളും നബി തങ്ങൾ എല്ലാ നിലക്കും പരിചയവും ബന്ധവുമുള്ള ആളുകളാണ് സഹാബിമാർ. ഈ സഹാബിമാരിൽപ്പെട്ട ഒരു സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, മതാ കുൻത നബിയ, നിങ്ങൾ എന്നാണ് നബിയായത്? നബി തങ്ങൾക്ക് എത്ര പ്രായമായെന്നും എത്ര പ്രായമായപ്പോഴാണ് ഇസ്ലാമിന്റെ ദഅവത്തുമായി പ്രബോധനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വന്നത് എന്നും അതിനു മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു എന്നെല്ലാം തന്നെ ശരിക്കും അറിയാവുന്ന ഒരു സഹാബി, കൂട്ടത്തിൽപ്പെട്ട അവിടുത്തെ നാട്ടുകാരനാകുന്ന ഒരു സഹാബി. നബി തങ്ങളെക്കുറിച്ച് എല്ലാ നിലക്കും ഈ സഹാബിക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ഒരു സഹാബിയാണ് ചോദിക്കുന്നത്, മതാ കുന്ത നബിയ, അല്ല റസൂലെ, പ്രവാചകരെ, നിങ്ങൾ എന്നാണ് റസൂലായത്? അപ്പോ 40 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്തുമായി നുബുവത്തുമായി രംഗത്ത് വന്നത് എങ്കിലും ഇതൊക്കെ അറിയാവുന്നവരാണല്ലോ ആ നാട്ടുകാരും സഹാബിമാരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മഹത്വവും ഈ നുബുവത്തിന്റെ പരിശുദ്ധിയും ഈ 40ന്റെ എത്രയോ മുമ്പ് തന്നെ നബി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് സഹാബിമാരുടെ ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സഹാബി ചോദിക്കുന്നു, മതാ കുന്ത നബിയ, അല്ലയോ റസൂലെ, നിങ്ങൾ എന്നാണ് നബിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ നബി തങ്ങൾ മറുപടി പറയുന്നു, വആദമു ബൈന റൂഹി വൽ ജസദ്. ആദം നബി അലൈഹിസ്സലാം ഈ ഹദീസിനെ കുറിച്ച് സഹീഹുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വആദമു ബൈന റൂഹി വൽ ജസദ്. ആദമു ബൈന റൂഹി വൽ ജസദ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹിന്റെയും ജസദിന്റെയും ഇടയിലായിരിക്കുമ്പോഴേ ഞാൻ നബിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നുബുവത്തെന്ന ആ പട്ടം, നുബുവത്തെന്ന ആ പരിശുദ്ധി, നുബുവത്തെന്ന ആ മഹത്വം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് നുബുവത്തെന്ന മഹത്വം ലഭിച്ചെങ്കിൽ അന്ന് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ജസദ് ഉണ്ടായിട്ടില്ലല്ലോ. ആ ജസദ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ നബിയായിരിട്ടുണ്ട്, എനിക്ക് നുബുവത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെന്തിനായിരിക്കും ആ നുബുവത്ത് കിട്ടിയിട്ടുണ്ടാവുക? ആ നുബുവത്ത് എന്ന പരിശുദ്ധി എന്തിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഇതാണ് മഹാന്മാരാകുന്ന ഇമാമാർ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മുമ്പേ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിക്കപ്പെട്ട നൂറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിന്റെ മഹത്വം, നുബുവത്തിന്റെ പരിശുദ്ധി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്, വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി. പക്ഷേ ബഹുമാനപ്പെട്ട മഖ്ദൂം പറയുന്നു, വഅഖ്റജഹു ഫി ആഖിരി സമാനി. ആഖിറു സമാനിലാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. വഔജദ നൂറഹു, മുമ്പേ സൃഷ്ടിച്ചു. പക്ഷെ വഅഖ്റജഹു, ഈ ഇഖ്റാജ് എന്ന കാര്യം അഥവാ ജനങ്ങളിലേക്ക് പറഞ്ഞയക്കൽ, ജനങ്ങളിലേക്ക് നിയോഗിക്കൽ, ഈ നിയോഗമുണ്ടാകുന്നത് ആഖിറു സമാനിലാണ്. ബഹുമാനപ്പെട്ട ഇമാം തബരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു, നബി തങ്ങൾ പറയുമായിരുന്നു,
കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസ്. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, നബി തങ്ങൾ പറയുമായിരുന്നു, കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖി, ഞാൻ സൃഷ്ടിപ്പിൽ അമ്പിയാക്കന്മാരിൽ ഏറ്റവും ഒന്നാമത്തവരാകുന്നു. വആഖിറുഹും ഫിൽ ബഅസി, എന്നാൽ നിയോഗത്തിൽ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുക എന്ന സംഗതിയിൽ ഏറ്റവും അവസാനത്തവരുമാകുന്നു. ഇതാണ് വആഖിറജഹു ഫി ആഖിരി സമാൻ. കുന്തു അവ്വലൽ അംബിയാഇ ഫിൽ ഖൽഖ്, ഏറ്റവും ഒന്നാമത്തെ ഏറ്റവും ആദ്യമായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജസദിനെ സൃഷ്ടിക്കപ്പെട്ട പ്രവാചകൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്നാൽ അതിനു മുമ്പേ ഞാനാകുന്ന പ്രവാചകൻ എനിക്ക് നുബുവത്ത് ലഭിച്ചിട്ടുണ്ട്. വആഖിറുഹും ഫിൽ ബഅസി, ബഅസിൽ ഞാൻ അവസാനത്തവരാണ്, ഏറ്റവും അവസാനത്തവരാകുന്നു. അഥവാ എന്റെ ശേഷം ഒരു പ്രവാചകൻ വരാനില്ല, പ്രവാചകന്മാരുടെ പരമ്പരയിൽ ഏറ്റവും അവസാനത്തവരായിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തൊബ്രാനി റളിയല്ലാഹു അൻഹു ഇതേ ഹദീസ് തന്നെ മറ്റൊരു രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസ്. കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി വആഖിറുഹും ഫിൽ ബഅസ്. ചുരുക്കത്തിൽ മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള, ഇപ്പോൾ നാം ചർച്ച ചെയ്ത വആഖിറുഹും വഅഖ്റജഹു ഫി ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദ, ഇത് ഹദീസുകളെ കൊണ്ടും അതുപോലെ തന്നെ ചരിത്രപരമായും തെളിയിക്കാൻ സാധിക്കുന്ന തീർത്തും വിശ്വാസയോഗ്യമായ ചരിത്രങ്ങളെ കൊണ്ടും ഹദീസുകളെ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അഥവാ ഇതിന്റെ ചുരുക്കം, ആദ്യമായിക്കൊണ്ട് സൃഷ്ടിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറായിരുന്നു. സൃഷ്ടിപ്പിൽ ഒന്നാമൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലും ബഅസിൽ അഥവാ ബിഅസത്തിൽ ഏറ്റവും അവസാനത്തവരായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. മൗലിദിന്റെ അടുത്ത പരാമർശം വഅൽബസഹു ഖിൽഅത്തൽ ജമാലില്ലത്തി ലം യുൽബിസ്ഹാ അഹദ. ഇതാണ് മഖ്ദൂം മങ്കൂസ് മൗലിദിൽ അടുത്ത ഭാഗമായിക്കൊണ്ട് അടുത്ത വരിയായിക്കൊണ്ട് കൊണ്ടുവരുന്നത്. വഅൽബസഹു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധരിപ്പിച്ചിരിക്കുന്നു. ഖിൽഅത്തൽ ജമാലി, അഴകിന്റെ ഭംഗിയുടെ സ്ഥാനവസ്ത്രത്തെ ധരിപ്പിച്ചിരിക്കുന്നു. അല്ലത്തി, എങ്ങനത്തെ സ്ഥാനവസ്ത്രമാണെന്നോ, ലം യുൽബിസ്ഹ, ആ സ്ഥാനവസ്ത്രം ധരിപ്പിച്ചിട്ടില്ല അഹദ, മുമ്പൊരാൾക്കും ധരിപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജമാലിന്റെ, സീനത്തിന്റെ, പരിശുദ്ധിയുടെ, അഴകിന്റെ സ്ഥാനവസ്ത്രം ധരിപ്പിച്ചു. ഏത് സ്ഥാനവസ്ത്രം? ലം യുൽബിസ്ഹ അഹദ, മുമ്പൊരാൾക്കും ധരിപ്പിക്കാത്ത അഴകിന്റെ, സീനത്തിന്റെ, ഭംഗിയുടെ വസ്ത്രമാണ് അല്ലാഹു തആല നബി തങ്ങൾക്ക് ധരിപ്പിച്ചിട്ടുള്ളത്. ഇതും പ്രമാണങ്ങളിലും ചരിത്രങ്ങളിലും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല മുഅ്മിനീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത വിഷയവുമാണ്. ഏറ്റവും വലിയ ജമാൽ, ഏറ്റവും വലിയ വിശുദ്ധി, ഏറ്റവും വലിയ സീനത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് ഏത് ജമാലിനെ കുറിച്ചാണെങ്കിലും ഏത് സീനത്തിനെ കുറിച്ചാണെങ്കിലും ഇങ്ങനെ തന്നെ. വെറും ബാഹ്യമായ സൗന്ദര്യമാണെങ്കിലും ആന്തരികമായ സൗന്ദര്യമാണെങ്കിലും രണ്ടും ഏറ്റവും കൂടുതൽ നൽകപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. ലാഹിരിയായ ജമാലാവട്ടെ ബാത്തിനിയായ ജമാലാവട്ടെ തീർത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഈ രണ്ടിലും ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർ. സൂറത്തു ഖലമിലൂടെ അല്ലാഹു തആല പറഞ്ഞല്ലോ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബി തങ്ങളെ നിങ്ങൾ ഖുലുഖുൻ അലീമിന്റെ മേലിലാകുന്നു, നിങ്ങൾ ഖുലുഖുൻ അലീമിന്റെ മേലിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ, നിങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യം എന്നല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സംസ്കാരങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലത പോലെയുള്ള ആന്തരികമായ വിഷയങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താകുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതാണ് അൽബസഹു ഖിൽഅത്തൽ ജമാലില്ലത്തി ലം യുൽബിസ്ഹ അഹദ. ഇനി ആന്തരികമായ വിഷയങ്ങളിൽ മാത്രമല്ല, ബാഹ്യമായ സൗന്ദര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഒന്നാമരാകുന്നു. ഏതൊരാൾക്കും മനസ്സിലാക്കാൻ, നബി തങ്ങളെക്കാൾ ഭംഗിയുള്ള സൂര്യൻ നബി തങ്ങളുടെ മുഖത്തുകൂടി, നബി തങ്ങളുടെ മുഖത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെയാണ് നബി തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം. ഖാല ജാബിർ ഇബ്നു സമ്ര റളിയല്ലാഹു അൻഹു വഖാല ലഹു റജുലുൻ, ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സഹാബി പറഞ്ഞു, കഅന്ന വജ്ഹഹു മിസ്ലു സൈഫി, നബി തങ്ങളുടെ മുഖം അത് നല്ല പ്രകാശിക്കുന്ന വാളിനെ പോലെയാകുന്നു.
നല്ല പ്രകാശിക്കുന്ന വാളിനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമെന്ന് ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സഹാബി പറഞ്ഞപ്പോ ഫഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ, അങ്ങനെ പറയരുത്, ബൽ മിസ്ല ശംസി വൽ ഖമരി വകാന മുസ്തദീറ. നബി തങ്ങളുടെ മുഖം അത് തിളങ്ങുന്ന വാളിനെ പോലെ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഭംഗിയോട് യോജിച്ച വാക്കാവുകയില്ല. അവിടുത്തെ ഭംഗിയെക്കുറിച്ച് ഏറ്റവും അനുയോജ്യമായ പരാമർശം പറച്ചിൽ മിസ്ല ശംസി വൽ ഖമരി വകാന മുസ്തദീറ, അത് ശംസ് പോലെയാകുന്നു, ഖമർ പോലെയാകുന്നു എന്ന് പറയണം. അത് ശംസ് പോലെയാണ്, ഖമർ പോലെയാണ് എന്ന് പറയണം. വഫീ ഹദീസ് ഇബ്നു അബീ ഹാല യതലഉ വജ്ഹുഹു തലഉൽ ഖമരി ലൈലത്തുൽ ബദ്രി. 14 രാവിൽ ചന്ദ്രന്റെ പ്രകാശം, പൂർണ്ണചന്ദ്രന്റെ പ്രകാശം എന്താണോ, പൂർണ്ണചന്ദ്രന്റെ ലങ്കൽ എങ്ങനെയാണോ, തിളക്കം എങ്ങനെയാണോ, അതേ രൂപത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖമാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ തിളക്കം. അപ്പൊ അൽബസഹു ഖിൽഅത്തൽ ജമാലില്ലത്തി ലം യുൽബിസ്ഹ അഹദ, മുമ്പ് ഒരാൾക്കും കൊടുക്കാത്ത ജമാലിന്റെ സ്ഥാനവസ്ത്രം, അഴകിന്റെ സ്ഥാനവസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ചിരിക്കുന്നു എന്ന് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഏത് ജമാലിന്റെ കാര്യമാണെങ്കിലും ഏത് ഭംഗിയുടെ വിഷയമാണെങ്കിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള ഒരു വിശേഷണത്തിന് തീർത്തും അർഹരാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ചരിത്രങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട മഖ്ദൂം മൗലിദിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ. ഫവുലിദ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. ബിവജ്ഹിൻ, ഒരു മുഖത്തോടു കൂടി പ്രസവിക്കപ്പെട്ടു. അഖ്ജല, ആ മുഖം നാണിപ്പിച്ചിരിക്കുന്നു. ഖമറൻ, ചന്ദ്രനെയും, വഫർഖദ, ധ്രുവനക്ഷത്രങ്ങളെയും അത് നാണിപ്പിച്ചിരിക്കുന്നു. ഫവുലിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു. ബിവജ്ഹിൻ, ഒരു മുഖത്തോടു കൂടി പ്രസവിക്കപ്പെട്ടു. അഖ്ജല, ആ മുഖം നാണിപ്പിച്ചു. ഖമറൻ, ചന്ദ്രനെയും, വഫർഖദ, ധ്രുവനക്ഷത്രങ്ങളെയും നാണിപ്പിച്ചിരിക്കുന്നു. ആകാശ വീക്ഷണം നടത്തുന്ന വ്യക്തികൾക്ക്, ആളുകൾക്ക് ഏറ്റവും സൗന്ദര്യമുള്ളതായിക്കൊണ്ട് ശ്രദ്ധയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ധ്രുവ നക്ഷത്രങ്ങൾ. അതുപോലെ തന്നെ ചന്ദ്രൻ, പ്രത്യേകിച്ച് 14 രാവിലെ ചന്ദ്രൻ. ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മുഴുവനും നാണിപ്പിക്കുന്ന രീതിയിലുള്ള മുഖത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. മൗലിദിൽ പരാമർശിക്കപ്പെട്ട, മൗലിദിൽ പറഞ്ഞ ഈ കാര്യവും ചരിത്രങ്ങളിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അങ്ങനെ വിവരിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, സുമ്മ നദർതു ഇലൈഹി, ഞാൻ പ്രസവിച്ച കുട്ടിയിലേക്ക് ഞാൻ നോക്കി. മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഉമ്മ ആമിന ബീവി പറയുന്നു, സുമ്മ നദർതു ഇലൈഹി, ഞാൻ എന്റെ കുട്ടിയിലേക്ക്, നബി തങ്ങളിലേക്ക് ഞാൻ നോക്കി. ഫഇദൻ ബിഹി കൽ ഖമരി ലൈലത്തുൽ ബദർ. ആമിന ബീവി പറയുന്നു, ഫഇദൻ ബിഹി കൽ ഖമരി ലൈലത്തുൽ ബദർ, അത് ലൈലത്തുൽ ബദറിലെ 14 രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമാണ് ആ കുട്ടിക്കുള്ളത്. വരീഹുഹു യസ്തഉ കൽ മിസ്കിൽ അദ്ഫർ, ഏറ്റവും മുന്തിയ കസ്തൂരിയുടെ വാസന പോലെയുള്ള വാസന ആ കുട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വിശദീകരിച്ചതായി, ഇങ്ങനെ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബുൽ ലദുനിയിൽ വിവരിക്കുന്നു. സുമ്മ നദർതു ഇലൈഹി, ഞാൻ ആ കുട്ടിയിലേക്ക് നോക്കി. ഫഇദൻ ബിഹി കൽ ഖമരി ലൈലത്തുൽ ബദർ, ലൈലത്തുൽ ബദറിലുള്ള 14 രാവിന്റെ ദിവസത്തിലുള്ള ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമാണ് ആ കുട്ടിക്കുള്ളത്. വരീഹുഹു യസ്തഉ കൽ മിസ്കിൽ അദ്ഫർ, മിസ്കുൻ അദ്ഫറിനെ പോലെയുള്ള, ഏറ്റവും മുന്തിയ കസ്തൂരിയെ പോലെയുള്ള ഒരു ഗന്ധം, ഒരു വാസന ആ കുട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ബിദായത്തു വന്നിഹായിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന ഫാത്തിമ എന്നവർ അവരുടെ അനുഭവം വിശദീകരിക്കുന്നു. കാലത്ത് ആമിന റളിയല്ലാഹു അൻഹായുടെ പരിചരണത്തിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി അടുത്തുണ്ടായിരുന്ന ഫാത്തിമ എന്നവർ പറയുന്നു, ലമ്മാ ഹദറത്തി വിലാദത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പ്രസവിക്കാൻ അടുത്തപ്പോ റഅയ്തുൽ ബൈത ഹീന വഖഅ ഇംതല അനൂറ, ആ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്ന ആ വീട് മുഴുവനും പ്രകാശത്താൽ നിറഞ്ഞതായിക്കൊണ്ട് ഞാൻ കണ്ടു.
അവിടുത്തെ പ്രസവം അടുത്ത സമയത്ത് പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ആ വീട്ടിലുണ്ടായിരുന്ന ഫാത്തിമ എന്നവർ പറയുന്നു, ഹീന വക ഇംതല അനൂറ, ആ വീട് പ്രകാശത്താൽ വ്യാപിച്ചതായിക്കൊണ്ട്, പ്രകാശത്താൽ നിറഞ്ഞതായിക്കൊണ്ട് ഞാൻ കണ്ടു. വറഅയ്തു നുജൂമ തദുനു, ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം ഹത്താ ലനന്തു അന്നഹാ സതഖഉ അലയ്യ, അത് ഭൂമിയിലേക്ക് ഇങ്ങനെ അടുത്തു വന്നതുപോലെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ പേടിച്ചു. അന്നഹാസ തഖഉ അലയ്യ, അത് എന്റെ ദേഹത്തിലേക്ക്, എന്റെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ മുകളിലായിക്കൊണ്ട് ആ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചു, ഞാൻ ഭാവിച്ചു. ഈ രൂപത്തിൽ നക്ഷത്രങ്ങൾ വെളിവാവുകയും അതുപോലെ തന്നെ ആ വീട് മുഴുവനും പ്രകാശത്താൽ നിറക്കപ്പെട്ടതായി ഉണ്ടാവുകയും ചെയ്തു എന്ന് മഹദിയായ ഫാത്തിമ എന്നവരും അവിടുത്തെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയും വിശദീകരിക്കുന്നതായിക്കൊണ്ട് അൽ ബിദായത്ത് വന്നിഹായ, അതുപോലെ തന്നെ മവാഹിബുൽ ലദുന്നിയ പോലെയുള്ള താരീഖിന്റെയും സീറകളുടെയും കിതാബുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന മറ്റൊരു സംഭവം, ഫമാ വജത്തു ലഹു മശഖത്തൻ ഹത്താ വലഅതുഹു, ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ കുട്ടിയെ ഗർഭം ധരിച്ചു, പ്രസവിക്കുന്നത് വരെയും എനിക്ക് ഗർഭത്തെ തുറന്നുകൊണ്ട് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഫലമ്മ ഫസല മിന്നി, അങ്ങനെ ഞാൻ ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഖറജ മഅഹു നൂറുൻ, അതോടുകൂടി ഒരു പ്രകാശം പുറപ്പെട്ടു. അല്ലാഹു ലഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ആ പ്രകാശം കാരണത്താൽ മശ്രിഖ് മഗ്രിബിലുള്ള മുഴുവൻ സംഗതികളും ഞാൻ കണ്ടു. അങ്ങനെ കാണാൻ മാത്രം കഴിവുള്ള ഒരു ദിവ്യ പ്രകാശമായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ബുസറ രാജ്യത്തിലുള്ള ഒട്ടകങ്ങളെപ്പോലും എനിക്ക് കാണാൻ സാധിച്ചു. അത്രമാത്രം ശക്തമായൊരു പ്രകാശമായിരുന്നു ആ സമയത്ത് പുറപ്പെട്ട പ്രകാശം. മാത്രമല്ല സുമ്മ വഖഅ ഇലൽ അർളി മുഅ്തമിദൻ അലാ യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചപ്പോൾ നബി തങ്ങൾ രണ്ട് കൈയും ഭൂമിയിൽ കുത്തിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. സുമ്മ അഖദ ഖബ്ലത്തൻ മിന തുറാബ്, പിന്നെ അല്പം മണ്ണെടുത്തു. നബി തങ്ങൾ ആ കുട്ടിയാകുന്ന പിഞ്ചു പൈതലാകുന്ന നബി തങ്ങൾ ഭൂമിയിൽ നിന്ന് അല്പം മണ്ണെടുത്തു. ഫഖബലഹ, അങ്ങനെ ആ മണ്ണ് കയ്യിൽ പിടിച്ചു. വറഫഅ റഅസഹു ഇലസ്സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തലയെ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഇങ്ങനെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ അവിടുത്തെ പ്രസവത്തെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ, ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മൗലിദിൽ മൗലിദിൽ പറയപ്പെട്ട ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ, ഫവുലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദ, ചന്ദ്രനെയും അതുപോലെ തന്നെ ധ്രുവ നക്ഷത്രങ്ങളെയും നാണിപ്പിക്കുന്ന മുഖത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്ന് മൗലിദിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചരിത്രപരമായി തീർത്തും സത്യമാണ്. അതിൽ കള്ളക്കഥകളോ മറ്റോ ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൗലിദിന്റെ അടുത്ത ഭാഗം ബഹുമാനപ്പെട്ട മഖ്ദൂം പറയുന്നു, അലാഹു വല്ലദി തവസ്സല ബിഹി ആദം വസ്തആസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദ. ഒരുപക്ഷെ മൗലിദിൽ ഏറ്റവും കൂടുതൽ മങ്കൂസ് മൗലിദിൽ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കുറിച്ച് പറയുന്നു, അല അറിയണേ, ഹുവ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലദി ഒരു റസൂലാണ്, തവസ്സല ബിഹി ആ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കിയിരിക്കുന്നു, ആസ ബിഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായം തേടിയിരിക്കുന്നു നൂഹ് നബി അലൈഹിസ്സലാം. ഫനജാ മിനർ റദ, അങ്ങനെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അവർക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ടിൽ നിന്ന് ഈ സഹായം തേടലിന്റെ, ഈ തവസ്സുലിന്റെ ഭാഗമായിക്കൊണ്ട് അക്കാരണത്താൽ രക്ഷപ്പെടുകയും ചെയ്തു. അലാഹു വല്ലദി തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സുലാക്കിയിട്ടുണ്ട്. വസ്തആസ ബിഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സഹായം തേടുകയും ചെയ്തിട്ടുണ്ട്. ഫനജാ മിനർ റദ, അങ്ങനെ ബുദ്ധിമുട്ടിൽ നിന്ന്, അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബിയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇടതേടിക്കൊണ്ട് ദുആ ചെയ്തു, അവരെ തവസ്സുലാക്കി, പ്രയാസമുള്ള അനുഭവപ്പെട്ട സമയത്ത് അവരെ വസീലയാക്കിക്കൊണ്ട് കണക്കാക്കി എന്നൊക്കെ പറയുമ്പോൾ ഇത് വഹാബികൾക്കൊട്ടും ദഹിക്കുകയില്ല. വഹാബികൾ ഇതിനെ വിമർശിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിക്കുമ്പോഴും മഹാന്മാരാകുന്ന ഇമാംമാരുടെ വിവരണങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ കാര്യവും നമുക്ക് ചരിത്രത്തിന്റെ കിതാബുകളിലും ഹദീസിന്റെ കിതാബുകളിലും കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ തഫ്സീറാണല്ലോ റൂഹുൽ ബയാൻ. റൂഹുൽ ബയാനിൽ പറയുന്നു, വഖത്ത് തവസ്സല ആദം അലൈഹിസ്സലാം,
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുലാക്കിയിട്ടുണ്ട് ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ആദം നബി അലൈഹി സ്വലാം തവസ്സുലാക്കിയിട്ടുണ്ട്. ബി സയ്യിദിൽ കൗനൈനി ഫിസ്തിജാബത്തി ദഅവതിഹി വഖബൂലി തൗബതിഹി. അവിടുത്തെ ദുആ സ്വീകരിക്കുന്ന വിഷയത്തിൽ, തൗബ സ്വീകരിക്കുന്ന വിഷയത്തിൽ, ദുആക്ക് ഇജാബത്ത് ലഭിക്കേണ്ടുന്ന വിഷയത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിരിക്കുന്നു എന്ന് റൂഹുൽ ബയാൻ വിവരിക്കുന്നു. ഇങ്ങനെ ചരിത്രങ്ങളിൽ വിവരിക്കപ്പെട്ട, കിതാബുകളിൽ വിവരിക്കപ്പെട്ട അതേ കാര്യം തന്നെയാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്. അലാഹുവല്ലദി തവസ്സല ബിഹി ആദം, അലാഹുവല്ലദി തവസ്സല ബിഹി ആദം. അല്ലാഹു തആല അല്ലാഹുവിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെല്ലാം തന്നെ ഈ സംഭവം കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോ ആ പ്രസിദ്ധമായ സംഭവം, സ്വർഗത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ സംഭവം കഴിഞ്ഞപ്പോഴാണ് ഖാല യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആഇന്റെ ആ വാക്ക്. ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാര്യം കാണാം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഹാദാ ഹദീസുൻ സഹീഹുൽ ഇസ്നാദി എന്ന് ഈ ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ മുഹമ്മദ് നബി അല്ലാഹുവേ നീ എന്നെ പടച്ചതിനു ശേഷം ഞാൻ നിന്റെ അർശിലേക്ക് ഞാൻ നോക്കിയപ്പോ നിന്റെ പേരോടുകൂടി, നിന്റെ നാമത്തോടു കൂടി മുഹമ്മദ് നബിയുടെ പേര് എഴുതിയതായിക്കൊണ്ട് ഞാൻ കണ്ടു. നിന്റെ പേരോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഞാൻ എഴുതിയതായിക്കൊണ്ട് കണ്ടു. ഞാൻ മനസ്സിലാക്കി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ പേര് മാത്രമേ നീ നിന്റെ പേരോടുകൂടി ചേർത്ത് എഴുതുകയുള്ളൂ, പറയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഹക്ക് കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ഈ സംഭവം ശരിവച്ചതായിക്കൊണ്ടും ആദം നബി സ്വലാത്തു വസ്സലാം ശേഷം വരാനിരിക്കുന്ന അവിടുത്തെ പരമ്പരയിൽപ്പെട്ട, അവിടുത്തെ മക്കളിൽപ്പെട്ടവരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ആദം നബി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയും ചെയ്തതായി ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതുപോലെ തന്നെ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇതിലെല്ലാം തന്നെ കാണാൻ സാധിക്കും. അലാഹുവല്ലദി തവസ്സല ബിഹി ആദം, അലാഹുവല്ലദി തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ടു ശേഷം മഖ്ദൂം പറയുന്നു വഫ്തഖറ ബി കൗനിഹി വാലിദ, വഫ്തഖറ ബി കൗനിഹി വാലിദ. വഫ്തഖറ നല്ല അഭിമാനമുള്ളവരായി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിമാനമുള്ളവരായി, ഫഖറുള്ളവരായി, ബി കൗനിഹി വാലിദ. ഇങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ, ഒരു നബിയുടെ, ഒരു റസൂലിന്റെ വാലിദാണല്ലോ, പിതാവാണല്ലോ ഞാൻ എന്ന നിലക്ക് ആദം നബി സ്വലാത്തു വസ്സലാം ഫഖറുള്ളവരായി, അഭിമാനമുള്ളവരായി. ഈ ഫഖർ ബഹുമാനപ്പെട്ട ആദം നബി സ്വലാത്തു വസ്സലാം വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശാരോഹണം നടത്തിയ സമയത്ത് ഓരോ പ്രവാചകന്മാരും ആകാശങ്ങളിൽ വെച്ചുകൊണ്ട് നബി തങ്ങളെ സ്വീകരിക്കുന്ന സമയത്ത് നബി തങ്ങളോട് ഓരോ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ആദം നബി സ്വലാത്തു വസ്സലാം പ്രവാചകരോട് പറയുന്ന വാക്കാണ് മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ്, മർഹബൻ ഇബ്നി സ്വാലിഹ്. ഒരു വാപ്പാക്ക് തന്റെ മക്കളുടെ കൂട്ടത്തിൽ നല്ല പ്രമുഖനായ, എല്ലാ നിലക്കും ആദരിക്കപ്പെടുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു മകനുണ്ടാകുമ്പോൾ ആ മകന്റെ വിഷയത്തിൽ വാപ്പാക്ക് ഫഖറുണ്ടാകുമോ ഇല്ലേ? ഇത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പരിശോധിക്കേണ്ടുന്ന വിഷയമല്ലല്ലോ. തന്റെ മക്കളുടെ കൂട്ടത്തിൽ നല്ല പ്രമുഖനായ, നല്ല കഴിവുറ്റ മക്കൾ തന്റെ മക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ആ മക്കളുടെ പേരിൽ വാപ്പ ഫഖർ പറയും, വാപ്പ അതിന്റെ പേരിൽ വാപ്പ അഭിമാനം പറയും, വാപ്പ സ്വയം സംതൃപ്തനാകും. ഇത് പ്രമാണങ്ങളോ മറ്റു കാര്യങ്ങളോ പരിശോധിച്ചുകൊണ്ട് വിവരിക്കേണ്ടുന്ന വിഷയമല്ല. ഇത് തന്നെയാണ് തീർച്ചയായും ബഹുമാനപ്പെട്ട ആദം നബി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും. ഇത് തന്നെയാണ് മൗലിദിൽ പറയുന്നതും വഫ്തഖറ ബി കൗനിഹി വാലിദ.
ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ, ഇങ്ങനെയുള്ള ഒരു റസൂല് തന്റെ മക്കളിൽ ഉണ്ടല്ലോ എന്നതിൽ ബഹുമാനപ്പെട്ട ഉപ്പയാകുന്ന ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറുള്ളവരായി, അഭിമാനമുള്ളവരായി. അവിടുത്തെ ഈ ഫഖർ അവർ വാക്കാൽ തന്നെ പ്രകടിപ്പിച്ചതായിക്കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് മിഅ്റാജിന്റെ സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഈ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയുന്നത് മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ്. തന്റെ മകന്റെ കാര്യത്തിൽ വാപ്പാക്കുള്ള അഭിമാനമാണ്, വാപ്പാക്കുള്ള ഫഖറാണ്, പിതാവിനുള്ള ഫഖറാണ് ഈ വാക്കിലൂടെ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല മറ്റു ഒരുപാട് അമ്പിയാക്കന്മാർ അഹദ് മീസാഖിന്റെ സംഭവം തഫ്സീറുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. അല്ലാഹു തആല അഹദും മീസാഖും നൽകിയ സംഭവം തഫ്സീറുകളിൽ പറയുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടച്ചു. അതിനുശേഷം അമ്പിയാക്കന്മാരുടെ നൂറുകളെ പടച്ചു. ഈ നൂറുകളെ പടച്ചതിന് ശേഷം നബി തങ്ങളുടെ നൂറിനോട് പറഞ്ഞു, നീ ഈ നൂറ് മറ്റ് അമ്പിയാക്കന്മാരുടെ നൂറിലേക്ക് നോക്കണം, എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങളുടെ നൂറ് അമ്പിയാക്കന്മാരുടെ നൂറിലേക്ക് നോക്കി. അമ്പിയാക്കന്മാരുടെ നൂറിലേക്ക് നോക്കിയപ്പോ ആ നോക്കുന്ന നബി തങ്ങളുടെ നൂറിന്റെ പ്രകാശത്താൽ ഈ അമ്പിയാക്കന്മാരുടെ നൂറുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതങ്ങനെ ഉണ്ടാകുമല്ലോ, നല്ല ശക്തമായ ലൈറ്റ്. ആ ലൈറ്റിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ കൊണ്ട് നേരിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, ഒരു പ്രയാസം അനുഭവപ്പെടും. ഇതുപോലെയുള്ള ഒരു അവസ്ഥ അമ്പിയാക്കന്മാരുടെ നൂറുകൾക്കുണ്ടായി. അപ്പോ അമ്പിയാക്കന്മാരുടെ നൂറുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, ഇത്രമാത്രം പ്രകാശമുള്ള ആ ഞങ്ങളിലേക്ക് നോക്കിയ ആ വസ്തു അതെന്താണ്? അമ്പിയാക്കന്മാരോട് അള്ളാഹു തആല മറുപടി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്, അവസാനത്തെ പ്രവാചകൻ. ആ പ്രവാചകന്റെ നൂറാണത്. ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ആ പ്രവാചകനെ കൊണ്ട് നിങ്ങൾ തസ്ദീഖ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് നുബുവത്ത് കൊണ്ടും റിസാലത്ത് കൊണ്ടും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അല്ലാഹു തആല പറയുകയും, ഉടനെ തന്നെ അമ്പിയാക്കന്മാരുടെ നൂറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ കൊണ്ട് വിശ്വസിക്കുകയും, ആ നബി തങ്ങളുടെ നൂറിനക്ക് എല്ലാ അളമത്തും തഅലീമും അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് അമ്പിയാക്കന്മാരുടെ നൂറുകൾക്ക് പ്രത്യേകമായ പദവി നൽകി ആദരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മവാഹിബിൽ വിശദീകരിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഫഖർ അവിടുത്തെ പിതാവാകുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ചു. അവർ അഭിമാനമുള്ളവരായി എന്നാണ് മൗലിദിൽ പറയുന്നത്. വഫ്തഖറ ബികൗനിഹി വാലിദ. ഇത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇത് വാക്കാൽ തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണ് മിഅ്റാജിന്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത വാക്ക് വസ്തആസ ബിഹി നൂഹുൻ. അള്ളാഹുവിനോട് സഹായം തേടുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം സഹായം തേടിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സഹായം തേടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തശഫുഉം അവിടുത്തെ കൊണ്ടുള്ള തജവ്വുഹും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുണ്ട്. ഇതും പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ, അവിടുത്തെ ഫളലുകൾ വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ രൂപത്തിലെല്ലാം പറയുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കൊണ്ട് തവസ്സുൽ നടത്തി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് തൂഫാനിന്റെ സമയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടി. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ റളിയല്ലാഹു അൻഹു ഹിജറ 352 വഫാത്തായ ഒരു പ്രസിദ്ധ പണ്ഡിതനാണ് അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ എന്നവർ. അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ എന്ന മഹാനായ പണ്ഡിതനെ തൊട്ട് അൽ ഫജ്റുൽ മുനീർ എന്ന കിതാബിൽ സീറയുടെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്ന ഒരു ദീർഘമായ സംഭവമുണ്ട്. അഥവാ മുമ്പ് കഴിഞ്ഞു പോയ പല അമ്പിയാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ നടത്തുകയും അവർക്കൊക്കെ പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോ സമയത്ത് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി തങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ എന്നിവർ പറയുന്നത്. വബിഹി തവസ്സല ആദമുൻ മിൻ ദംബിഹി വതശഫഅത് ബിമഖാമിഹി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവർക്ക് സംഭവിച്ച ആ പ്രശ്നത്തിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തപ്പോൾ, അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അതിന് വസീലയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു.
വബിഹി തവസ്സല നൂഹും ഫീ തൂഫാനിഹി, തൂഫാനിന്റെ സമയത്തും ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹുവിനോട് സഹായം തേടിയിട്ടുണ്ട്. വ ഉജീബ ഹീന തഗാ അലൈഹിൽ മാഉ, അങ്ങനെ പ്രളയമുണ്ടായ സമയത്ത് ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അള്ളാഹുവിനോട് സഹായം തേടിയതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ എന്നവർ അവിടുത്തെ പറയുകയും ഈ സംഭവം അൽ ഫജ്റുൽ മുനീർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറകൾ വിവരിക്കുന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. ഇങ്ങനെ മൗലിദിൽ പറയപ്പെടുന്ന ഓരോ കാര്യങ്ങളും ചരിത്രപരമായും അത് പ്രാമാണികമായും തെറ്റില്ലാത്ത വിഷയങ്ങളും അതെല്ലാം തന്നെ ഹദീസുകളെ കൊണ്ടും ചരിത്രങ്ങളെ കൊണ്ടും തെളിയിക്കാൻ സാധിക്കുന്ന വ്യക്തമായും വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാകുന്നു. അതിൽ കെട്ടുകഥകളോ അതല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ടുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങളോ ഉണ്ട് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അതല്ലെങ്കിൽ മൗലിദിനോടുള്ള ഇത്തരം സംഗതിയോടുള്ള ഒരു അന്ധമായ എതിർപ്പ് കൊണ്ട് മാത്രമാകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അള്ളാഹ് മങ്കൂസ് മൗലിദിന്റെ അടുത്ത ഭാഗങ്ങൾ ഇനി വരും ദിവസങ്ങളിലായിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സഹോദരന്മാർ മൈക്കെടുത്ത് ചോദിക്കണം. ആദർശപരമായ ആശയപരമായ ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാനുള്ള സമയം ഇപ്പോഴില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് രാത്രി ഇന്ത്യൻ സമയം 11:30 മണിക്ക് ശേഷം നടക്കുന്ന ചർച്ചകളിലെല്ലാം നമുക്ക് ആദർശ സംബന്ധമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നാം സംസാരിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട് അത് മൗലിദിൽ പരാമർശിക്കപ്പെട്ട ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ആ വിഷയങ്ങളാണ് ഇപ്പോൾ സംസാരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിഷയ സംബന്ധമായുള്ള ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. നസീമിന് മൈക്ക് വേണോ? ഓക്കെ, മൈക്ക് ഇസാഖ് മുസ്ലിം. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് പടക്കപ്പെട്ടതിന് ശേഷം ആദം നബി അലൈഹി സ്വലാം എന്താണ് ബൈനൽ മായി തുറാബീനു, ആ സമയത്ത് നബി തങ്ങള് നബി ആയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അന്ന് നബി ആയതുകൊണ്ട് എന്താണ് ആ നുബുവത്ത് കൊണ്ട് എന്താണ് ഉപകാരം? അന്ന് നബി ആവൽ കൊണ്ട് വല്ല പ്രായോഗികമായ വല്ല ഉപകാരങ്ങളുണ്ടോ? അന്ന് നബി ആയതുകൊണ്ട് എന്ത് ഉപകാരം? യഥാർത്ഥത്തിൽ ഈ വിഷയം പല രൂപത്തിലും ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഏറ്റവും പ്രഥമമായിക്കൊണ്ട് നാം ചിന്തിക്കേണ്ടത് അന്ന് നബിയായതുകൊണ്ട് എന്ത് ഉപകാരം എന്നതിലുപരി അങ്ങനൊരു സംഭവം അന്നുണ്ടായിട്ടുണ്ട്. നുബുവത്തിന്റെ പരിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകുക എന്ന ഒരു സംഭവം അന്ന് ഉണ്ടായിട്ടുണ്ട്. കുന്തു നബിയൻ വ ആദമു ബൈന മാഇ വത്തീൻ വ ആദമു ബൈന റൂഹി വൽ ജസദ് എന്നെല്ലാം തന്നെ സഹീഹായ ഹദീസുകളിലൂടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞതായിക്കൊണ്ട് കാണാം. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി അന്നുണ്ടായിട്ടുണ്ട്. ഇനി അതുകൊണ്ട് എന്ത് ഉപകാരം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ഉപകാരം? തീർച്ചയായും അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും മതിയായ ഹിക്മത്തുകൾ ഉണ്ടാകും. മതിയായ ഹിക്മത്തുകൾ. അപ്പൊ തീർച്ചയായും അന്ന് ഉപകാരമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള പല ഹിക്മത്തുകളും പല കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അങ്ങനൊരു സംഭവം നിർവഹിച്ചിട്ടുള്ളത്. ഇതാണ് ആ വിഷയത്തിൽ ഏറ്റവും പ്രഥമമായി നാം മനസ്സിലാക്കേണ്ടത്. ഇനി ആ വിഷയത്തെക്കുറിച്ച് മറ്റു രൂപത്തിൽ നമുക്ക് സംസാരിക്കാം. അന്ന് നബിയായതുകൊണ്ട് എന്തുപകാരമുണ്ടായി? അഹദ് മീസാഖിന്റെ സമയത്ത് എല്ലാ അമ്പിയാക്കന്മാരുടെയും അർവാഹുകളോട് അല്ലാഹു തആല ചോദിച്ചു, ഈ നബിയെ നിങ്ങൾ നബിയായി അംഗീകരിക്കുന്നില്ലേ? ഇങ്ങനെ അഹദും മീസാഖും നടന്നത് ജസദിയ ലോകത്ത് വെച്ചല്ല, അർവാഹുകളുടെ ലോകത്ത് വെച്ചുകൊണ്ടാണ്. അഥവാ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ,
ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മറ്റ് അമ്പിയാക്കന്മാരുടെ നൂറിലേക്ക് നോക്കി വല്ലാത്ത പ്രകാശം കണ്ടപ്പോൾ ആ അമ്പിയാക്കന്മാർ നബി തങ്ങളോട് ചോദിച്ചു, ഈ അള്ളാഹുവിനോട് ചോദിച്ചു, ഇത് ഏതാണ് ഈ നൂറെന്ന് ചോദിച്ചു. അങ്ങനെ അള്ളാഹു തആല ആ നൂറിനെ പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ ആ അമ്പിയാക്കന്മാർക്ക് ഒരു മഹത്വം ലഭിക്കുകയും ചെയ്തു. അപ്പൊ എന്ത് പരിശുദ്ധി ലഭിക്കുന്നു, എന്ത് മഹത്വമാണ്, എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത്? ഈ വിഷയത്തിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും വ്യക്തമായ ഹിക്മത്തുകളും മസ്ലഹത്തുകളും അതെല്ലാം തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു തആല പ്രവർത്തിക്കുക. അപ്പൊ ഇങ്ങനൊരു സംഭവം അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ അതുകൊണ്ട് എന്ത് ഉപകാരം എന്നാണെങ്കിൽ ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങൾ അന്ന് നടന്നതായിക്കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉപകാരങ്ങൾ അത് മാത്രമാകുന്നു, അത് മാത്രമേ ഉപകാരമായിട്ടുള്ളൂ എന്നൊന്നും ഇതിനർത്ഥമില്ല. അങ്ങനെ മനസ്സിലാക്കാനും സാധിക്കുകയില്ല. ചില വസ്തുക്കൾ, ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് അതിന് ഉപകാരമില്ല എന്നോ ആവശ്യങ്ങളില്ല എന്നോ ഒന്നും പറയാൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിനെല്ലാം തന്നെ വ്യക്തമായ ഹിക്മത്തുകളും മസ്ലഹത്തുകളും ഉണ്ടാകും, അത് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും. പിന്നെ എന്റെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ്. പക്ഷെ ആകെ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകി. പിന്നെ അതിന്റെ പകുതി സൗന്ദര്യം യൂസുഫ് നബി അലൈഹി സ്വലാമിന് നൽകി, ബാക്കി പകുതി ലോകത്തുള്ള എല്ലാ ആളുകൾക്കും നൽകി എന്നിങ്ങനെ വയലിലും മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം. അതിന് ഖുർആനിലോ ഹദീസിലോ അല്ലെ സ്വഹിയായ തെളിവുകൾ വല്ലതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നബി തങ്ങളുടെ സീറയുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ഷമായിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ഇത് കേവലം വഅദിൽ കേൾക്കുന്ന വിഷയങ്ങൾ, അതല്ലെങ്കിൽ നാം പറഞ്ഞു കേൾക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതിനെ ലഘൂകരിക്കാൻ പറ്റുകയില്ല. കാരണം ഏറ്റവും വിശ്വാസയോഗ്യമായ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബിദായത്ത് വന്നിഹായ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം തൊബരിയുടെ പല ചരിത്ര ഗ്രന്ഥങ്ങളും, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂൻ എന്നവരുടെ താരീഖ് ഇബ്നു ഖൽദൂൻ, ഇങ്ങനെയുള്ള ഏറ്റവും പ്രമാണയോഗ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇത്തരം സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഷമായിലുകൾ വിശദീകരിക്കുന്ന, അവിടുത്തെ ഷമായിലുകൾ വിശദീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖിയുടെ കിതാബ് പോലെയുള്ള പല കിതാബുകളിലും ആകെ സൗന്ദര്യം, അതിന് നേർപകുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയും പിന്നെയുള്ള പകുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും ബഹുമാനപ്പെട്ട ഇമാമാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സംഭവം ഇല്ലാത്ത സംഭവമാണെന്നോ അതല്ലെങ്കിൽ അത് സംശയാസ്പദമായ ഒരു സംഗതിയാണെന്നോ മനസ്സിലാക്കേണ്ടതില്ല. ചരിത്രത്തിന്റെ കിതാബുകളിൽ ഏറ്റവും പ്രാമാണികരായ ചരിത്ര പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ച കാര്യങ്ങളാണ് അതെല്ലാം. അങ്ങനെയാണെങ്കിൽ ഖുർആനില് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് ആ സ്ത്രീകൾ കൈ മുറിച്ച സംഭവം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് സ്വഹാബികളുടെ അടുക്കൽ നിന്ന് അങ്ങനെ ഒരു അത്ഭുത സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. എന്താ അതിന് കാരണം? ഏറ്റവും വലിയ സൗന്ദര്യം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാകുന്നു എന്നുള്ളത് കൊണ്ട് യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല, അങ്ങനെ സംഭവിക്കണമെന്നില്ല. അത് ആലോചിച്ചാൽ മനസ്സിലാകുന്ന വിഷയമാണല്ലോ. അതല്ലെങ്കിൽ വേറൊരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ചില സ്ത്രീകൾ കൈമുറിച്ചു. അപ്പൊ അതിനേക്കാൾ സൗന്ദര്യമുള്ള, കൈ മുറിച്ചു എന്നാൽ കൈ വിരലുകൾ മുറിച്ചു. അപ്പൊ അതിനേക്കാൾ സൗന്ദര്യമുള്ള നബി തങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഒരാൾ കൈ മുഴുവനായിക്കൊണ്ട് മുറിച്ച് കളയണം,
അതല്ലെങ്കിൽ തല തന്നെ മുറിച്ച് കളയണം എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊട്ടും ശരിയല്ലല്ലോ. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അനുഭവങ്ങളിൽ അങ്ങനെ ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് യൂസുഫ് നബി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ സംഭവം ഉണ്ടായി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചരിത്രങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും സൗന്ദര്യത്തിൽ കുറവാകുന്നു എന്ന് വരികയുമില്ല. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദില് ഇവിടെ വലിയ സബീന എന്റെ മുന്നിലുണ്ട്. അതില് ഒരു സംശയമുണ്ട്, ഉസ്താദ് അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഉസ്താദിന്റെ ക്ലാസ് രാത്രിയാണ് വിശദമായി ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നടക്കുന്ന ക്ലാസ് ആണ് നമുക്ക് മൗലിദ് സംബന്ധമായിട്ടുള്ളത്. ഉസ്താദ് അനുവദിക്കാൻ സമയം ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്യാം. ഉസ്താദ് സമയമുണ്ടോ? അവിടെ പള്ളിയിലാണ് അദ്ദേഹം. ഉസ്താദിനവിടെ അസർ സമയമായിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് രാത്രി UAE സമയം 10 മണിക്ക് നടക്കുന്ന ക്ലാസ്സിൽ നമുക്ക് മങ്കൂസ് മൗലിദിനെ കുറിച്ച് മാത്രമല്ല, സിദ്ദീഖ് മൗലിദ് മാത്രമല്ല, മറ്റേത് മൗലിദുകൾ നമ്മൾ സുന്നികൾ സാധാരണ ചെയ്യുന്ന മൗലിദുകളായിക്കൊണ്ട് ഏതൊക്കെ മൗലിദുകളുണ്ടോ, ഏതൊക്കെ ദിക്റുകളുണ്ടോ, ഏതൊക്കെ റാത്തീബുകളുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് സംസാരിക്കാം. കാരണം അതിലെല്ലാം തന്നെ ഉള്ള കാര്യങ്ങൾ തീർത്തും പ്രാമാണികവും ചരിത്രപരമായും നമുക്ക് വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നമുക്കൊരു മൗലിദിനെയും മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷേ ഇപ്പോ നാം ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മങ്കൂസ് മൗലിദിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഏതാനും സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, വിശദമായി ആദർശ സംബന്ധമായ വിഷയങ്ങളൊക്കെ രാത്രിയിലുള്ള സമയത്ത് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ സംസാരിക്കലായിരിക്കും നല്ലത്. ഏതായിരുന്നാലും സഹോദരൻ സിദ്ദീഖ് മൗലിദിലുള്ള ഒരു പരാമർശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ആ വിഷയം സൂചിപ്പിക്കാം. സിദ്ദീഖ് മൗലിദിൽ സഹോദരൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സിദ്ദീഖ് മൗലിദിൽ പറയുന്നത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും വലിയവരായിക്കൊണ്ട് മഹത്വമുള്ളവരായിക്കൊണ്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ എന്ന വിഷയമായിരിക്കാം ഒരുപക്ഷേ സഹോദരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് സാധാരണ സിദ്ദീഖ് മൗലിദ് സംബന്ധമായിക്കൊണ്ട് ചർച്ചയിൽ വരാറുള്ളത്. അതെ, ശരി. ഇൻഷാ അല്ലാഹ് വളരെ വിശദമായിക്കൊണ്ട് സംസാരിക്കേണ്ടുന്ന പറയേണ്ടുന്ന ഒരു വിഷയമാണത്. നമുക്ക് ആ കാര്യം നമുക്ക് വളരെ വിശദമായിക്കൊണ്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് രാത്രിയിൽ സംസാരിക്കാം. ഇപ്പോ നമുക്ക് മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാനുള്ള സമയമാണ്. എന്നാലും ഒറ്റ വാക്ക് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. എന്താണ് സംഭവം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെട്ടെന്ന് സഹാബികൾക്കിടയിൽ നിന്ന് കാണാതായി. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണ്, വിശദമാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദമായിക്കൊണ്ട് സംസാരിക്കണമെങ്കിൽ രാത്രിയിലുള്ള ക്ലാസ്സിൽ വരണം, നമുക്ക് അവിടെ സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ച രൂപവും നബിതങ്ങൾ അവിടെ ഏത് അവസ്ഥയിലായിരുന്നു എന്നെല്ലാം തന്നെ വളരെ രസകരമായി മനോഹരമായി കൊണ്ട് ഹദീസിൽ പറയുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അരികിലേക്ക് ചെന്നു. നബിതങ്ങളെ കണ്ടപ്പോ നബിതങ്ങൾ ഒരു ഹദീസ് ബഹുമാനപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്തു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ, ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയാണുള്ളത്, വേറെ ചില റിപ്പോർട്ടുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ബഹുമാനപ്പെട്ട നബിതങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നബിതങ്ങളെ, അവൻ തെറ്റുകൾ ചെയ്താലോ, അവൻ കട്ടാലോ, വ്യഭിചരിച്ചാലോ? നബിതങ്ങൾ പറഞ്ഞു, അവൻ കട്ടാലും അവൻ മോഷണം നടത്തിയാലും അവന് വ്യഭിചരിച്ചാലും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഈ വാക്ക് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടു വീണ്ടും ചോദിച്ചു, നബിതങ്ങളെ, അവൻ വ്യഭിചരിച്ചാലോ? നബിതങ്ങൾ പറഞ്ഞു, വ്യഭിചരിച്ചാലും മോഷണം നടത്തിയാലും അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു നബിതങ്ങൾ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല റസൂലെ, ഞാൻ ഈ വിവരം പുറത്തുപോയി ആളുകളോട് പറയട്ടെ? കാരണം ഒരു വലിയ മുഅ്മിനീങ്ങൾക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണല്ലോ, എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണല്ലോ ഇത്. ഞാനിത് ആളുകളോട് പറയട്ടെ, പുറത്തുള്ള മുഅ്മിനീങ്ങളോട് പറയട്ടെ? നബിതങ്ങൾ പറഞ്ഞു, പോയി പറഞ്ഞോ.
അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടി ആ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ വിഷയം ആളുകളോട് പറയാൻ വേണ്ടി. അങ്ങനെ വരുന്ന വഴിയിൽ ഏറ്റവും ആദ്യമായി കൊണ്ട് കണ്ടത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ കണ്ട പാടെ ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടി, വളരെ സന്തോഷത്തോടെ ഈ സംഭവം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നൊരാൾ പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അവൻ മോശം നടത്തിയാലും അവൻ വ്യഭിചരിച്ചാലും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടതോടുകൂടി. ഇത് ആളുകളോട് പറയാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതെ, പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട പാടെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ സഹാബിയെ അവരുടെ ഇവിടെ വാങ്ക് വിളിക്കുന്നുണ്ട്, അതിനുശേഷം സംസാരിക്കാം. ഹലോ. ഈ ഹദീസ് ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒറ്റ അടിയാണ് കൊടുത്തു. ഹദീസിൽ പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അടി കിട്ടിയതോടുകൂടി ബഹുമാനപ്പെട്ട സഹാബി ഊര കുത്തിക്കൊണ്ട് നിലത്തങ്ങോട്ട് വീണു. നിലത്ത് വീണു. എന്നിട്ട് പറഞ്ഞു, ഈ സംഭവം, ഈ ഹദീസ് മേലിൽ ഒരാളോടും പറയാൻ പാടില്ല, മേലിൽ ഈ സംഭവം ഒരാളോടും പറയാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇവിടെ എന്താ ഇത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തെ നാം എങ്ങനെ വിലയിരുത്തും? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ വേണ്ടി സമ്മതം കൊടുത്തതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സഹാബി ഹദീസ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞതിൽ യോജിപ്പില്ലാതെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സഹാബിയെ അടിച്ച് വീഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, ഇത് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ സംഭവത്തെ എങ്ങനെയാണോ നാം മനസ്സിലാക്കുക? ഇത് നിഷേധിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെയാണോ നാം മനസ്സിലാക്കുക? ഈ രൂപത്തിലാണ് സിദ്ദീഖ് മൗലിദിൽ പറഞ്ഞ ആ വിഷയത്തെയും നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിശദീകരിക്കേണ്ടതായിക്കൊണ്ടും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ നിശ്ചയിക്കപ്പെട്ട സമയം 3 മണി മുതൽ 4 മണി വരെയാണ് നിശ്ചയിക്കപ്പെട്ട സമയം. ഈ വിഷയം സിദ്ദീഖ് മൗലിദിൽ പറയപ്പെടുന്ന ഈ സംഭവത്തെക്കുറിച്ച് പൊതുവെ ഇങ്ങനെ എല്ലാവരും സംശയം ചോദിക്കുന്ന, അതുപോലെ തന്നെ വഹാബികളൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഒരു സൂചന മാത്രം നൽകിയെന്നേ ഉള്ളൂ. ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 11:30 മണിക്ക് നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ച് നടക്കുന്ന ആ ചർച്ചയിൽ നമുക്ക് കൂടുതൽ വിവരിക്കാം. ഇൻഷാ അല്ലാഹ് 4 മണി ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇപ്പോ ചർച്ച അവസാനിപ്പിക്കലായിരിക്കും നല്ലത് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാം റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ മങ്കൂസ് മൗലിദ് ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.